പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയെ വിമർശിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവും രാജ്യസഭാ മുൻ ഉപാധ്യക്ഷനുമായ PJ കുര്യൻ. അനിൽ ആന്റണി കോൺഗ്രസ് പാർട്ടിയെ ചതിച്ചാണ് BJPയിലേക്ക് പോയത്. കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചതിന് ശേഷം കോൺഗ്രസ് പാർട്ടിയെ ചതിച്ചിട്ട് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വന്ന അദ്ദേഹം BJPയും ചതിക്കും. കാര്യം BJP അധികാരത്തിൽ വരില്ല. അനിൽ ആന്റണി കോൺഗ്രസിലേക്ക് തിരികെ വന്നാൽ സ്വീകരിക്കാമെന്ന് PJ കുര്യൻ വേദിയിൽ പ്രസംഗിച്ചപ്പോൾ പ്രവർത്തകർ ഏകസ്വരത്തിൽ എതിർപ്പുമായി രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം ഞാൻ 2 സർവേ കണ്ടു. അദാനി CPMന്റെ BJP അടുത്താണ്. അദ്ദേഹത്തിന്റെ ഒരു സർവേ നടത്തി. 200 സീറ്റേ ഉള്ളൂ. BJPക്ക് 200 ഉള്ളൂ. അംബാനിയുടെ BJPക്ക് 200 ഉള്ളൂ. ഇതെല്ലാം ഞാൻ വായിച്ച കാര്യമാണ്. അപ്പം BJP അധികാരം വരത്തില്ല. അപ്പോൾ അത് കഴിയുമ്പം നമ്മളെ ചതിച്ചിട്ട് പോയ അനിൽ ആന്റണിയെ നമുക്ക് ഇങ്ങോട്ട് സ്വീകരിക്കാം. അതാണ് സംഭവിക്കാൻ പോകുന്നത്. കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് നേതാക്കൾ പോകുമെന്നാണ് ഇടതുപക്ഷം വിമർശിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷത്ത് നിന്ന് BJPയിലേക്ക് പോയ പ്രമുഖർ ഉണ്ടെന്നും PJ കുര്യൻ വ്യക്തമാക്കി. എന്താ അവർ പറയുന്നത്? കോൺഗ്രസ്സുകാരനെ BJP പോകുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കേരളത്തിൽ MP BJP പോയത് ഏത് പാർട്ടിന്നാ? അബ്ദുള്ള കുട്ടി ഏത് പാർട്ടിന്നാ? CPM. കോൺഗ്രസിന്റെ ഒരു MP പോയിട്ടില്ല. കേരളത്തിൽ നിന്ന് ഒരു MLA BJP പോയത് ഏത് പാർട്ടിന്നാ? CPM. അതെ, CPM പോയത്. ആരാണ്? നമ്മുടെ അൽഫോൺസ് കണ്ണന്താനം. മുൻമന്ത്രി പുശ്ശേരി പറഞ്ഞു, മുൻമന്ത്രി വിശ്വനാഥൻ അവിടെ പോയി മത്സരിച്ചു. ഇതൊക്കെ നഗ്നമായ യാഥാർത്ഥ്യങ്ങളായിരിക്കെ കോൺഗ്രസിനെ ഇകഴ്ത്താൻ വേണ്ടി ഇതൊക്കെ ഉപയോഗിക്കുന്ന ഈ മുഖ്യമന്ത്രിയുടെ സമീപനം എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. അദ്ദേഹം ഒരു സംശയം വേണ്ട, അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്ന 2 പ്രാവശ്യം കിട്ടി, ഇനിയും വേണ്ട, പോയി വന്നാണ്. പത്തനംതിട്ട സിംഗപ്പൂർ ആക്കുമെന്നാണ് LDF സ്ഥാനാർത്ഥി തോമസ് ഐസക് പറയുന്നതെന്നും ആലപ്പുഴയിൽ 100 പേർക്കെങ്കിലും തൊഴിൽ നൽകാൻ തോമസ് ഐസക്കിന് കഴിഞ്ഞോ എന്നും PJ കുര്യൻ വിമർശിച്ചു. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ പ്രസംഗിക്കുകയായിരുന്നു PJ കുര്യൻ. റിപ്പോർട്ടർ, പത്തനംതിട്ട.